ഓക്കെ, നമ്മുടെ ഫോർത്ത് മോഡ്യൂൾ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ്റെ ഫോർത്ത് മോഡ്യൂളിൽ വരുന്ന ആ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയിൽ വരുന്ന ലാസ്റ്റ് ചാപ്റ്ററാണ് ടൈലർ സീരീസ് ആൻഡ് ലോറൻസ് സീരീസ്. സോ ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഏരിയ ആണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് സ്കിപ്പ് ചെയ്യേണ്ട, വളരെ ഒത്തിരി എളുപ്പമാണ്. ഇതിൽ ടൈലർ സീരീസ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ കുറച്ച് വന്നിട്ടുണ്ട്. ടൈലർ സീരീസ്, മെക്ലാറിൻ സീരീസ് അങ്ങനെ ഫസ്റ്റ് ഇയറിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഒത്തിരി ഷോർട്ട് കട്ടായിട്ട് കുറച്ച് മെത്തേഡ് പ്രകാരം ഈ പ്രോബ്ലമൊക്കെ എല്ലാം പിന്നുള്ള പ്രോബ്ലമൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നല്ല രീതിയിൽ നോക്കുക, ഒത്തിരി എളുപ്പത്തിൽ മനസ്സിലാകുന്നതാണ് കേട്ടോ. സോ ഫസ്റ്റ് നമുക്ക് ടൈലർ സീരീസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ദ ടൈലർ സീരീസ് of the function f of z about the point z equal to a is given by, okay, Taylor series of the function f of x about the point z equal to a is given by ആ ഫോർമുല ഇങ്ങനെയാണ്. എഫ് ഓഫ് ഇസറ്റ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം എഫ് ഓഫ് എ ആണ്. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ആ എഫ് ഓഫ് ഇസറ്റിൽ ഇസറ്റിന് പകരം എന്ത് ഇടണം? എ ഇടണം. എഫ് ഓഫ് എ പ്ലസ് ഇസറ്റ് മൈനസ് എ ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എ പ്ലസ് ഇസറ്റ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് എ. അടുത്ത ടേം നീ തന്നെ മനസ്സിലാക്കിയാണ് എന്തായിരിക്കും? പ്ലസ് ഇസറ്റ് മൈനസ് എ ദ ഹോൾ ക്യൂബ് ബൈ 3 factorial into f triple dash of a plus z minus a the whole raised to 4 by 4 factorial into f 4 times 4 dash of a plus etc. ഓക്കെ, സോ എത്ര പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, എത്ര ടേം വരെ കാണണമെന്ന് നോക്കുകയാണെങ്കിൽ ഈ എന്താണ് എഫ് 4 ഡാഷ് വരെ കാണും. ഓക്കെ, അതിൻ്റെ കൂടുതൽ കാണേണ്ട ആവശ്യമില്ല. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് എഫ് ഓഫ് എ ഇസറ്റിൻ്റെ പ്ലേസിൽ എ ഇടുന്നു. എഫ് ഡാഷ് ഓഫ് എ എങ്ങനെ കാണണം? എഫ് ഓഫ് ഇസറ്റിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇസറ്റിൻ്റെ പ്ലേസിൽ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സിമിലർലി എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് ഇസറ്റ് എങ്ങനെ കാണണം? എഫ് ഓഫ് ഇസറ്റിനെ 3 പ്രാവശ്യം ഇസറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇസറ്റിൻ്റെ പ്ലേസിൽ എ ഇടുക. സോ അങ്ങനെ കിട്ടുന്ന വാല്യൂവിനെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. സോ അപ്പോൾ ഇത് ടൈലർ സീരീസ് എബൌട്ട് ദ പോയിന്റ് ഇസറ്റ് ഈക്വൽ ടു എ ആണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു മെക്ലാറിൻ സീരീസ്. മെക്ലാറിൻ സീരീസ് നമ്മുടെ സിലബസ് ഇല്ല. സോ ഈ ടൈലർ സീരീസിൻ്റെ ഒരു പർട്ടിക്കുലർ കേസാണ്. എന്താണ് ഇവിടെ ടൈലർ സീരീസ് എബൌട്ട് ദ പോയിന്റ് ഇസറ്റ് ഈക്വൽ ടു എ ഇടുമ്പോൾ കിട്ടുന്ന ഫോർമുല ആണ്. ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ്. എഫ് ഓഫ് എ പ്ലസ് z minus a by 1 factorial f dash of a z minus a the whole square into 2 factorial f double dash of a അങ്ങനെ പോകുന്ന ഫോർമുല. ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താണ്? ജസ്റ്റ് എഫ് ഓഫ് എയുടെ വാല്യൂ കാണണം, എഫ് ഡാഷ് ഓഫ് എയുടെ വാല്യൂ കാണണം, എഫ് ഡബിൾ ഡാഷ് ഓഫ് എയുടെ വാല്യൂ കാണണം, ട്രിപ്പിൾ ഡാഷ് ഓഫ് എയുടെ കാലിയാണ്, എഫ് 4 ഡാഷ് ഓഫ് എയുടെ വാല്യൂ കണ്ടിട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് ഒത്തിരി എളുപ്പമാണ്. സോ ഇതിൽ മെക്ലാറിൻ സീരീസ് എന്ന് പറയുമ്പോൾ ഒരു നോട്ടായിട്ട് വേണം തരാം. നോട്ട് മെക്ലാറിൻ സീരീസ് സീരീസ് എന്താണ്? ജസ്റ്റ് എന്താണ്? പുട്ട് എ ഈക്വൽ ടു 0. എയിൻ്റെ പ്ലേസിൽ നമുക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നതാണ് മെക്ലാറിൻ സീരീസ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? എഫ് ഓഫ് ഇസറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് ഇസറ്റ് മൈനസ് 0 ബൈ 1 ഫാക്ടോറിയൽ, ദറ്റ് ഈസ് ഇസറ്റ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0. എയിൻ്റെ പ്ലേസിൽ 0 ആണ്. പ്ലസ് ഇസറ്റ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ. എ 0 ആകുമ്പോൾ എന്താവും? ഇസറ്റ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 പ്ലസ് എന്താവും? ഇസറ്റ് ക്യൂ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 പ്ലസ് എക്സെട്ര എന്ന് പോകും. ഓക്കെ, എന്ത് മനസ്സിലായി? ജസ്റ്റ് എ എവിടെയൊക്കെ വരുന്നു അവിടെ എന്തിട്ടാൽ മതി? 0 ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന സീരീസിനെ മെക്ലാറിൻ സീരീസ് എന്ന് പറയും. അപ്പോൾ എക്സാമിന് സപ്പോസ് മെക്ലാറിൻ സീരീസ് ഇട്ടാൽ ടൈലർ സീരീസാണ് നീ വിചാരിക്കേണ്ടത് എബൌട്ട് ദ പോയിന്റ് ഇസറ്റ് ഈക്വൽ ടു 0 ആണ്. സോറി, എബൌട്ട് ദ പോയിന്റ് ഇസറ്റ് ഈക്വൽ 0. എയിൻ്റെ പ്ലേസിൽ നമുക്ക് 0 ഇടുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. എബൌട്ട് ദ പോയിന്റ് ഇസറ്റ് ഈക്വൽ ടു എ ആകുമ്പോൾ കിട്ടുന്ന ഫോർമുലയിൽ എയിൻ്റെ പ്ലേസിൽ 0 ഇടുമ്പോൾ കിട്ടുന്നതാണ് മെക്ലാറിൻ സീരീസ്. ആ ഫോർമുല രണ്ട് ക്ലിയർ ആക്ക്. ഓക്കെ, ഫോർമുല ക്ലിയർ ആണെങ്കിൽ നമുക്കിപ്പോൾ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫോർമുല നോട്ട് ചെയ്ത് വയ്ക്കും നോട്ട്ബുക്കിനകത്ത്. ഫസ്റ്റ് പ്രോബ്ലം ആ ടൈലർ സീരീസിൽ. Find the Taylor series of f of z equal to cos 2z. ഇത് നമ്മുടെ ഫംഗ്ഷൻ ഞാനായിട്ട് എടുക്കുന്ന ഒരു ഫംഗ്ഷനാണ് cos 2z. നമ്മുടെ ബുക്കിനകത്ത് 3 പ്രോബ്ലം കൂടെ അഡിഷണൽ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയെന്ന് അറിയില്ല. എന്തായാലും f of z cos 2z about the point z equal to
π/2. എയിന് പകരം വരുന്നത് π/2 ആണ്. അതിൻ്റെ ഫൈൻഡ് ദ റീജിയൻ of convergence. അതിൻ്റെ ഫൈൻഡ് ദ റീജിയൻ ഓഫ് കൺവെർജൻസ്. റീജിയൻ ഓഫ് കൺവെർജൻസ് പറയുമ്പോൾ എവിടെയൊക്കെയാണ് ഇത് വാല്യൂഡ് ആകുന്നത്, ഈ ഫാമിൽ എവിടെ വാല്യൂഡ് ആകുന്ന കാര്യം കുറിച്ചാണ് നമ്മൾ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ, സോ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ഫസ്റ്റ് നമ്മുടെ ടൈലർ സീരീസ് നമ്മൾ എബൌട്ട് ദ പോയിന്റ് z equal to π/2 നോക്കാം. സോ അതിൻ്റെ സൊല്യൂഷൻ ദ ടൈലർ സീരീസ് about Taylor series of f of z. ഇവിടെ f of z എന്ന് പറഞ്ഞാൽ എന്താണ്? cos 2z about the point z equal to π/2 is given by എന്താണ് നമുക്ക് അറിയുന്ന ഫോർമുലയാണ്. ജസ്റ്റ് മുമ്പ് നോക്കിയ ഫോർമുലയിൽ എയിൻ്റെ പ്ലസിലൊക്കെ എന്ത് ഇടണം? π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് z is equal to ഫസ്റ്റ് ടൈം എന്തായിരിക്കും? എഫ് ഓഫ് π/2 പ്ലസ് സെക്കൻഡ് ടൈം എന്താവും? z മൈനസ് π/2 by 1 factorial into f dash of π/2. So അടുത്ത ടേം പ്ലസ് z minus π/2 the whole square by 2 factorial into f double dash of π/2 പിന്നെ പ്ലസ് z minus π/2 the whole cube by 3 factorial into f triple dash of π/2. ജസ്റ്റ് മുമ്പ് നോക്കിയ പ്രോബ്ലത്തിൽ എയിന് പകരം π/2 ആണ്. പ്ലസ് z minus π/2 the whole raised to 4 by 4 factorial into f 4 dash of π/2 പ്ലസ് എക്സെട്ര. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് എന്തൊക്കെ കാണേണ്ടത്? എഫ് ഓഫ് π/2യുടെ വാല്യൂ കാണണം, എഫ് ഡാഷ് ഓഫ് π/2 എക്സെട്ര. നമുക്ക് അതിനെ എഫ് 4 ഡാഷ് ഓഫ് π/2 വരെ കണ്ടിട്ട് ജസ്റ്റ് ആ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ പ്രോബ്ലം തീർന്നു. സോ അതിനുവേണ്ടി നമ്മുടെ എഫ് ഓഫ് z തന്നിട്ടുണ്ട്. സോ എഫ് ഓഫ് z is equal to cos 2z ആണ് നമ്മുടെ എഫ് ഓഫ് z. സോ ദിസ് ഇംപ്ലൈസ് എഫ് ഓഫ് π/2 എന്ത് ചെയ്യണം? ഇസറ്റിൻ്റെ പ്ലേസിൽ π/2 ഇടും. അപ്പോൾ കാസ് ഓഫ് 2 ഇൻറ്റു π/2 എന്നാവും. ഈ 2 തമ്മിൽ ക്യാൻസൽ ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ കിട്ടുന്നത് കാസ് പൈ ആണ്. കാസ് പൈയുടെ വാല്യൂ -1. ജസ്റ്റ് മുമ്പ് നിങ്ങൾ വേവ് ഇക്വേഷൻ ഹീറ്റ് ഇക്വേഷൻ തരുമ്പോൾ ഇൻറ്റഗ്രേഷൻ്റെ പ്രാക്ടീസ് തരുമ്പോൾ ഞാൻ അവിടെ തന്നിട്ടുണ്ട്. കാസ് 0യുടെ വാല്യൂ 1, കാസ് പൈയുടെ വാല്യൂ -1, കാസ് 2 പൈയുടെ വാല്യൂ 1, കാസ് 3 പൈയുടെ വാല്യൂ -1, അങ്ങനെ എക്സെട്ര എന്ന് പോകുന്നതുകൊണ്ടാണ് കാസ് n പൈനെ -1 ദ ഹോൾ റൈസ്റ്റ് എന്നത്. n ഈവൻ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 1ഉം n ഓഡ് ആകുമ്പോൾ അതിൻ്റെ വാല്യൂ -1ഉമാണ്. അപ്പോൾ നമുക്ക് അപ്പം പറയുന്നതാണ് കാസ് പൈയുടെ വാല്യൂ കാസ് പൈയുടെ വാല്യൂ -1 ആണ്. അതുപോലെ സൈൻ എടുക്കുമ്പോൾ എന്താണ്? സൈൻ 0 0, സൈൻ പൈ 0, സൈൻ 2π 0 എക്സെട്ര അങ്ങനെ പോകും. അങ്ങനെ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? സൈൻ n പൈയുടെ വാല്യൂ 0 ആണ്. സോ ഇവിടെ കാസ് പൈ ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ -1 ദ ഹോൾ റൈസ് ടു 1 ദാറ്റ് ഈസ് -1 ആണ്. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ വാല്യൂ എഴുതി. അടുത്ത നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ട് പിന്നെ π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് z ആകുമ്പോൾ കാസ് 2zൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. കാസ് 2zൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ 2z ഇൻറ്റു 2 ആണ്. അപ്പോൾ -2 സൈൻ 2z ആണ്. സോ ദിസ് ഇംപ്ലൈസ് നമുക്ക് എന്ത് ചെയ്യണം? എഫ് ഡാഷ് ഓഫ് π/2 ഈക്വൽ ടു -2 ഇൻറ്റു സൈൻ ഓഫ് 2 ഇൻറ്റു π/2 ആണ്. ഓക്കെ, 2 തമ്മിൽ ക്യാൻസൽ ആകുമ്പോൾ ഈക്വൽ എന്ത് കിട്ടുന്നത്? -2 ഇൻറ്റു സൈൻ പൈ. സൈൻ പൈയുടെ വാല്യൂ നമുക്ക് വളരെ ക്ലിയർ ആണ്, 0 ആണ്. സൈൻ പൈ, സൈൻ 2π, സൈൻ 3π, സൈൻ 0 എല്ലാം 0 ആണ്. സോ അങ്ങനെ നമുക്ക് എഫ് ഡാഷ് ഓഫ് π/2യുടെ വാല്യൂ 0 ആയി. പിന്നെ എന്ത് ചെയ്യും? നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് z കാണണം. എഫ് ഡബിൾ ഡാഷ് ഓഫ് z ആകുമ്പോൾ എഫ് ഡാഷ് ഓഫ് z ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യും. -2 സൈൻ 2zൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കാസ് 2z ഇൻറ്റു 2 ആണ്. അത് ചേരുമ്പോൾ എന്താവും? -4 ഇൻറ്റു കാസ് 2z. ക്ലിയർ ആണ്? ഒന്ന് ചെക്ക് ചെയ്യും. -4 കാസ് 2z ക്ലിയർ ആണോ? സൈൻ 2zൻ്റെ ഡെറിവേറ്റീവ് 2 കാസ് 2z, കാസ് 2z ഇൻറ്റു 2 ആണ്. ഓക്കെ, 2 കാസ് 2z, അതുകൊണ്ട് 2 ചേരുമ്പോൾ -4 കാസ് 2z. സോ ദിസ് ഇംപ്ലൈസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് π/2 ഈക്വൽ ടു എന്താവും? -4 ഇൻറ്റു കാസ് ഓഫ് 2 ഇൻറ്റു π/2 എന്നാവും. സോ ഇവിടെ 2 തമ്മിൽ ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്താ കിട്ടും? -4 ഇൻറ്റു കാസ് പൈ. കാസ് പൈയുടെ വാല്യൂ -1. സോ അങ്ങനെ എന്ത് കിട്ടും? നിനക്ക് 4 തന്നെ കിട്ടും. പിന്നെ അടുത്ത എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് z ഇസ് ഈക്വൽ ടു -4 ഇൻറ്റു കാസ് 2zൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കാസ് 2zൻ്റെ ഡെറിവേറ്റീവ്
മൈനസ് സൈൻ 2z ഇൻറ്റു 2 ആണ്. അപ്പോൾ എന്തൊരു -2 sin 2z ആണ്. അപ്പോൾ മൈനസും മൈനസും പ്ലസ് ആവും. 4 × 2 എന്താവും? 8 ആവും. സോ അങ്ങനെ 8 cos 2z ഡെറിവേറ്റീവ് -2 sin 2z ആണ്. മൈനസ് മൈനസും പ്ലസും 2 × 4 8 ആണ്. ഇൻറ്റു സൈൻ, ഇപ്പോൾ 8 sin 2z. This implies f triple dash of pi by 2 equal to 8 into sin of 2 into pi by 2. So equal to 8 sin pi. Sin പൈയുടെ വാല്യൂ 0 ആയതുകൊണ്ട് ആ ടേം 0 ആണ്. ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാമല്ലോ. 1f4 dash of z. ഈ ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. sin 2z ഡെറിവേറ്റീവ് എന്നുണ്ട cos 2z ഇൻറ്റു 2 ആണ്. അപ്പോൾ 2 ഇവിടെ cos 2z 2 ആകുമ്പോൾ 16 8 ചേരുമ്പോൾ എന്താവും? f4 dash of z is equal to 16 cos 2z. sin 2z is equal to 2 cos 2z. 2 into 8 16 ആണ്. 16 cos 2z. So this implies f4 dash of pi by 2 equal to 16 into cos of 2 into pi by 2. So equal to എന്ത് വരുന്നു? equal to 16 into cos pi. 2 തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ cos pi. cos piയുടെ വാല്യൂ -1 ആണ്. അങ്ങനെ എന്ത് വരുന്നു? -16. ഓക്കെ. സോ തന്നിരിക്കുന്ന ഇത്രയും വാല്യൂ നമുക്ക് കണ്ടെത്തിയ ഇത്രയും വാല്യൂനെ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ആ ഇക്വേഷൻ നമ്പറിൽ f/π/2 ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്രശ്നം തീർന്നു. ഓക്കെ. ഇതിൻ്റെ കൂടെ അഡീഷണലായിട്ട് 3 പ്രോബ്ലം ചെയ്തിട്ട് ബുക്ക് നോക്കുക. എന്തായാലും ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കാണിക്കാം. സോ അപ്പോൾ ഇത് ഫോർമുല ക്ലിയർ ആണെന്ന് നോക്ക്. നമുക്ക് ഓരോ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. ഫസ്റ്റ് therefore 1 implies ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ f(z) is equal to എന്താവും? ഫസ്റ്റിലെ f(π/2). f(π/2)യുടെ വാല്യൂ -1 ആണ്. സോ -1 പ്ലസ് z minus π/2 by 1 factorial into f dash of π/2. പക്ഷേ f dash of π/2യുടെ വാല്യൂ 0 ആയതുകൊണ്ട് ആ ടേം കംപ്ലീറ്റ് ആയിട്ട് 0 പോയി. സോ ആ ടേം ഇടുന്നില്ല. അടുത്ത ടേം പ്ലസ് എന്താണ്? z minus π/2 the z minus π/2 the whole square by 2 factorial into f double dash of π/2. f double dash of π/2ൻ്റെ വാല്യൂ ഉണ്ട് 4 ആണ്. അപ്പോൾ എന്ത് വരും? z minus π/2 the whole square by 2 factorial 2 ആണ്. ഇൻ്റെ എന്താവും? 4 ആകും. പ്ലസ് അടുത്ത ടേം എന്താവും? z minus π/2 the whole cube by 3 factorial into f triple dash of π/2. f triple dash of π/2യുടെ വാല്യൂ 0 ആണ്. ആ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് ആൾറെഡി തന്നിട്ടുണ്ട്. ആ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും? അതിൻ്റെ വാല്യൂ എഫ് ട്രിപ്പിൾ ഡാഷ് ആ π/2യുടെ വാല്യൂ 0 ആയതുകൊണ്ട് ആ ടേം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് 0 ആവും. സോ അപ്പോൾ അതിൻ്റെ വാല്യൂ 0 ആണ്. പ്ലസ് അടുത്ത് നമുക്ക് ലാസ്റ്റ് z minus π/2 the whole raised to 4 by 4 factorial ഉണ്ട് f4 dash of π/2. f4 dash of π/2ൽ -16 വാല്യൂ ഉണ്ട് നമുക്ക് കയ്യിലുണ്ട്. അപ്പോൾ എന്തുവരും? z minus π/2 the whole raised to 4 by 4 factorial. 4 factorial ആകുമ്പോൾ 1 into 2 into 3 into 4 ആണ്. ഓക്കെ. 1 into 2 into 3 ആകുമ്പോൾ 6 into 4 ആകുമ്പോൾ 24 ആണ്. 24 ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് ആ π/2യുടെ വാല്യൂ -16 ആണ്. -16 പ്ലസ് എക്സെട്ര. ഇത്ര ടേം വരെ കണ്ടാൽ മതി. പിന്നെ 5 times ഡിഫറൻഷ്യേറ്റ് കാണേണ്ട ആവശ്യങ്ങളില്ല. അപ്പോൾ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ therefore നമ്മുടെ ലാസ്റ്റ് ആൻസർ കിട്ടുന്ന f(z) is equal to -1 പ്ലസ് z minus π/2 അല്ലേ? സോ പക്ഷേ ഇവിടെ നമുക്ക് 2ഉം 4ഉം ക്യാൻസൽ ആകുമ്പോൾ 2 ആവും. അപ്പോൾ 2 into z minus π/2 ബൈ നമുക്ക് ഈ 2ഉം 4ഉം 2 ഫാക്ടറിയൽ വാല്യൂ ആണ്. ക്യാൻസൽ ആകുമ്പോൾ 2 into z minus π/2. അടുത്ത ടേം എന്താണ്? പ്ലസ് ഇവിടെ നമുക്ക് ഇത് 8ഉം 8 കൊണ്ട് രണ്ടും തമ്മിൽ ക്യാൻസൽ ആവും. അപ്പോൾ ഇത് 8 കൊണ്ട് -2 ആകും. ഇതെന്താണ്? 3 ആകും. അപ്പോൾ -2/3 ഇൻറ്റു z minus π/2 the whole raised to 4 പ്ലസ് എക്സെട്ര എന്ന് പോകും. ഓക്കെ. സോ ഇതാണ് നമുക്ക് അതിൻ്റെ ടൈലർ സീരീസിൻ്റെ പ്രോബ്ലം. സോ ഈ എക്സ്പാൻഷൻ എവിടെയൊക്കെ വാല്യൂഡ് ആണ്? ഇവിടെ നോക്ക്. ന്യൂമറേറ്ററിൽ എല്ലാമാണ് പോളിനോമിയൽ വരുന്നതാണ്. എവിടെ വേണമെങ്കിലും ഡിഫൈൻഡ് ആണ്. ഡിനോമിനേറ്ററിൽ ഇസഡിൻ്റെ ടേമേ ഇല്ല. അപ്പോൾ ഡിനോമിനേറ്ററിൽ 0 ഓടുന്ന ടേം ഒന്നുമില്ല. അപ്പോൾ ഇത് ഏത് പോയിൻ്റ് കോംപ്ലക്സ് പോയിൻറ്റിൽ ഏത് പോയിൻ്റ് നമുക്ക് എടുത്താലും ഈ എക്സ്പാൻഷൻ നമുക്ക് വാല്യൂഡ് ആണ്. അപ്പോൾ ദ എക്സ്പാൻഷൻ വാല്യൂഡ് ത്രൂ ഔട്ട് ദ കോംപ്ലക്സ് പോയിൻറ്റ്. ദെയർഫോർ ദ എക്സ്പാൻഷൻ അതാണ് നമ്മുടെ റീജിയണൽ കൺവേർജൻസ് പറഞ്ഞപ്പോൾ ഈ എക്സ്പാൻഷൻ ഏത് പോയിന്റിലും നമുക്ക് വാല്യൂഡ്. കാര്യം ഡിനോമിനേറ്ററിൽ ഇസഡിൻ്റെ ടേം ഒന്നും വരുന്നില്ല. സോ അതുകൊണ്ട് എവിടെ ഈ ഡിഫൈൻ എല്ലായിടത്തിലും ഡിഫൈൻഡ് കൂടെയാണ്, എല്ലായിടത്തിലും അനാലിറ്റി കൂടെയാണ്. ദെയർഫോർ
the expansion is valued throughout the complex plane, okay. So ഇതേ സെയിം ആയിട്ട് തന്നെ 3 ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിനകത്ത് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് ചില സമയങ്ങളിൽ 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഫൈൻഡ് ദ ടൈലർ സീരീസ് ഓഫ് എഫ് ഓഫ് ഇസെറ്റ് എബൌട്ട് ദ പോയിന്റ് ഇസെറ്റുകൾ ഏതെങ്കിലും തരും. ഒരു പ്രോബ്ലം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, 3 ബുക്ക് പ്രോബ്ലം അഡീഷണൽ ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് നോക്കുക, ആ ഏരിയ ക്ലിയർ ആക്കുക. ഇപ്പോൾ നമുക്ക് ആ ടൈലർ സീരീസിൻ്റെ ലാറൻസ് സീരീസിൻ്റെയും പ്രോബ്ലത്തിൽ പോകാൻ പോകുന്നു. ആ പോകുമ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് കട്ടായിട്ടുള്ള ഒരു വർക്കിംഗ് റൂൾ ഞാൻ തന്നിരിക്കുന്നത്. ആ ഷോർട്ട് കട്ടായിട്ടുള്ള വർക്കിംഗ് റൂൾ വളരെ ക്ലിയറായി മനസ്സിലാക്കുകയാണെങ്കിൽ പ്രോബ്ലങ്ങൾ ഒന്നുമേ ഇല്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ വർക്കിംഗ് റൂൾ ഞാൻ ഇപ്പോൾ തരിക, വളരെ കെയർഫുള്ളായിട്ട് നോക്കിയിട്ടിരിക്കുക. ഓക്കെ, സോ ഈ പ്രോബ്ലം എഴുതിയെടുത്ത് സ്റ്റിൽ എഴുതിയെടുക്ക് തീർക്ക്. ഞാനിപ്പോൾ അടുത്ത് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ പോവുകയാണ്. ഓരോ പ്രോബ്ലം ക്ലാസ്സിൽ ഞാനിങ്ങനെ യൂട്യൂബിൻ്റെ വീഡിയോ തരുമ്പോൾ നിങ്ങൾ ആ സമയം തന്നെ എഴുതിയെടുക്കാനുള്ള സമയമുണ്ട്. ഓരോ സമയം സ്റ്റെപ്പ് മനസ്സിലാക്കുമ്പോൾ ആ സമയം തന്നെ എഴുതിയെടുക്കാനും നോക്കും. ഓക്കെ, ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സ്റ്റാർട്ടിൽ നിന്ന് വർക്കിംഗ് റൂൾ to find Taylor series and Lorentz L-A-U-R-E-N-T-S Lorentz series of the function f of z of the function f of the function f of z of the form of the function f of z of the form f of z is equal to 1 by z plus a plus 1 by z plus b. Okay, so ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിരിക്കുകയാണ് 1 by z plus a 1 by z plus b. ഇതിൻ്റെ നമുക്ക് ടൈലർ സീരീസും ലാറൻസ് സീരീസും എങ്ങനെ കാണണം? ഇവിടെ ഞാൻ 1 by z plus a z plus b സ്പ്ലിറ്റ് ചെയ്തായിട്ടിരിക്കണം. പക്ഷേ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രാളത്തിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് തരൂല. അവൻ എന്ത് ചെയ്യും? നിങ്ങളുടെ ഇതുകൊണ്ട് നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ കൊണ്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് രണ്ട് ടേമായിട്ട് കൊണ്ടുവരണം. പിന്നെ ഞാനിപ്പോൾ പറയുന്ന വർക്കിംഗ് റൂൾ പ്രകാരം നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യണം, പ്രോബ്ലം ചെയ്യണം. ഓക്കെ, തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ 3 ടൈപ്പാണ്. ഫസ്റ്റ് നമുക്ക് ടൈപ്പ് 1 എഴുതുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. ടൈപ്പ് 1 അല്ലെങ്കിൽ കേസ് 1 എന്താണ്? മോഡുലസ് ഓഫ് ഇസെറ്റ് ലെസ് ദാൻ എ. മോഡുലസ് ഓഫ് ഇസെറ്റ് ലെസ് ദാൻ എ എന്ന് വരികയാണെങ്കിൽ ആ നോട്ട് ടെക്സ്റ്റിനകത്ത് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. മോഡുലസ് ഓഫ് ഇസെറ്റ് ലെസ് ദാൻ എ വരികയാണെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷനിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്ന് കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കണം. ഡിനോമിനേറ്ററിൽ നിന്ന് കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുമ്പോൾ ആ കോൺസ്റ്റൻറ്റിനെ കംപ്ലീറ്റായി പുറത്തെടുക്കുമ്പോൾ എന്താവും? ആ കോൺസ്റ്റൻറ്റ് എന്താവും? 1 ആയിട്ട് മാറും. സപ്പോസ് ഈ എക്സാമ്പിളിൽ നമുക്ക് എന്തായിട്ട് മാറി? അത് എഴുതേണ്ട ആവശ്യമില്ല. ഈ എക്സാമ്പിളിൽ നമുക്ക് ഒരു ഇതിനെ 1 + x അല്ലെങ്കിൽ 1 - xൻ്റെ ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുന്നത്. ഇവിടെ മോഡുലസ് ഓഫ് ഇസെറ്റ് ലെസ് ദാൻ എ ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്ത് അതിനെ 1 + x അല്ലെങ്കിൽ 1 - xൻ്റെ ഫോമിൽ കൊണ്ടുവരിക. സോ ഇവിടെ ഞാൻ സപ്പോസ് എ പുറത്തെടുക്കണത് എന്താവും? സോ നമ്മുടെ എഫ് ഓഫ് ഇസെറ്റ് നിന്ന് എ പുറത്തെടുക്കുകയാണെങ്കിൽ ഇവിടെ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുകയാണെങ്കിൽ 1 by a ഇൻറ്റു എന്താവും? 1 + z/a എന്നാവും. പിന്നെ എ 1 ആകും, ഇസെറ്റ് എന്താവും? z/a ആവും. പ്ലസ് ഇവിടെ നിന്ന് അതുപോലെ കോൺസ്റ്റൻറ്റ് തന്നെ പുറത്തെടുക്കണം. ബി എടുക്കുമ്പോൾ എന്താവും? b 1 ആകും, പ്ലസ് എന്താണ്? z/b ആകും. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നിന്നും ഫസ്റ്റിൽ എന്ത് ചെയ്യണം? മോഡുലസ് ഓഫ് ഇസെറ്റ് ലെസ് ദാൻ എയുടെ ടൈപ്പ് ആണെങ്കിൽ ഡിനോമിനേറ്ററിനെ 1 + x അല്ലെങ്കിൽ 1 - xൻ്റെ ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യണം? അവിടെ നിന്ന് കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കണം. ഇതാണ് ടൈപ്പ് 1 മോഡുലസ് ഓഫ് ഇസെറ്റ് ലെസ് ദാൻ എയുടെ ഫോം ആണെങ്കിൽ. പിന്നെ എന്ത് ചെയ്യണം? ഈ ടേം രണ്ടിനെയും മുകളിൽ കൊണ്ടുപോകണം. മുകളിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്താണ്? 1 + x റൈസ് ടു -1 അല്ലെങ്കിൽ 1 - x റൈസ് ടു -1 അല്ലെങ്കിൽ 1 + x ദ ഹോൾ റൈസ് ടു -2. നേരത്തെ 4 ഫോമിൽ തന്നില്ലേ? അതിൻ്റെ ഏതെങ്കിലും ഫോമിലാവും. പിന്നെ എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, കേസ് 1 ആകുമ്പോൾ ഡിനോമിനേറ്ററിന് നമുക്ക് 1 + xൻ്റെയോ അല്ലെങ്കിൽ 1 - xൻ്റെയോ ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? അവിടെ നിന്ന് കോൺസ്റ്റൻറ്റ് എ പുറത്തെടുക്കണം. ഓക്കെ, അതാണ്. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ എഴുതുന്നത് ഈ ജസ്റ്റ് എഴുതാം. എഫ് ഓഫ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു 1 by a ഇൻറ്റു 1 + z/a, പിന്നെ 1 by b ഇൻറ്റു 1 + z/b. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? 1 by a ഇൻറ്റു ഇതിനെ മുകളിൽ എടുക്കണം. 1 + z/a ദ ഹോൾ റൈസ് ടു -1. 1 by b ഇൻറ്റു 1 by z plus b the whole raised to -1.
പിന്നെ എന്ത് ചെയ്യണം, നമ്മുടെ നമ്മൾ തന്നിരിക്കുന്ന ഫോർമുല പ്രകാരം എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് ഇനി മനസ്സിലാകുന്ന കാര്യം ഇതല്ല, ഇത് ഞാൻ എക്സാമ്പിൾ ഇങ്ങനെ ചെയ്തതാണ്. ഞാനിവിടെ നോട്ടിൽ വളരെ പക്വമായി കൊടുത്തിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ എയുടെ ഫോം ആണെങ്കിൽ ഡിനോമിനേറ്ററിന് 1+x 1 - ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് അവിടെ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കണം. ഇത് ടൈപ്പ് 1 ആണ്. ഏത് ടൈപ്പാണ്? മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ എ എന്ന് പറഞ്ഞിട്ട് ഇതിന് ടൈപ്പ് 1ന് ഡിനോമിനേറ്ററിന് 1+x അല്ലെങ്കിൽ 1 - ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടി കോൺസ്റ്റൻറ്റ് പുറത്തെടുത്ത് ആ കോൺസ്റ്റൻറ്റ് 1 ആവും, ബാക്കി എന്താവും? ആ കോൺസ്റ്റൻറ്റ് കൊണ്ട് ഡിവൈഡ് ആവും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് ഫസ്റ്റ് ടൈപ്പ്. പിന്നെ മുകളിൽ കൊണ്ടുപോവുക, എക്സ്പാൻഡ് ചെയ്യുക. ഇത് കേസ് 1 ആണ്. ഓക്കെ, അടുത്ത് കേസ് 2. അത് ടൈപ്പ് 2. മോഡുലസ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദൻ എ. മോഡുലസ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദൻ എ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അവിടെയും ഡിനോമിനേറ്ററിന് 1+x 1 - ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടി ആ വേരിയബിൾ ഇസഡിനെ പുറത്തെടുക്കണം. ഓക്കെ, മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദൻ എ ആവുമ്പോൾ എ കോൺസ്റ്റൻറ്റ് എ പുറത്തെടുക്കണം. മോഡുലസ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദൻ എ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ വേരിയബിൾ ഇസഡിനെ പുറത്തെടുക്കണം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? സപ്പോസ് നമുക്ക് ഈ തന്നിരിക്കുന്ന ടേമിൽ നിന്ന് റീറൈറ്റ് ചെയ്യണമെങ്കിൽ എന്താ? എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1/z ഇൻറ്റു, അപ്പോൾ ഇസഡ് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ഇതെന്താവും? a/z ആയിട്ട് മാറും. പ്ലസ് 1/z ഇൻറ്റു ഇസഡ് എന്തായിട്ട് മാറും? 1 ആവും. പിന്നെ എന്താവും? b/z ആവും. പിന്നെ ഇതിനെ മുകളിലെടുക്കുക. ദാറ്റ് ഈസ് 1/z ഇൻറ്റു 1 plus a/z the whole raised to -1 plus 1/z into 1 plus b/z the whole raised to -1 ആവും. പിന്നെ ജസ്റ്റ് മുമ്പ് നോക്കിയേ 1 plus x the whole raised to -1 1 minus x the whole raised to -1 ആ ഫോർമുല ഇപ്പോൾ തന്ന 4 ഫോർമുലയിലും പിന്നെ എക്സ്പാൻഡ് ചെയ്യുക. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ടൈപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ എയുടെ പ്രോബ്ലം ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്ത് 1+x 1 - ഫോമിൽ കൊണ്ടുപോവുക. മോഡുലസ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദൻ എയുടെ ഫോം ആണെങ്കിൽ വേരിയബിൾ ഇസഡ് പുറത്തെടുത്ത് ഡിനോമിനേറ്ററിനെ 1+x 1 - ഫോമിൽ കൊണ്ടുപോയിട്ട് ന്യൂമറേറ്ററിൽ കൊണ്ടുപോയിട്ട് എക്സ്പാൻഡ് ചെയ്യുക. ഇത് അടുത്തതെന്ന് പറയുമ്പോൾ കേസ് 3 എന്ന് പറയുമ്പോൾ ഈ 3 ടൈപ്പ് ചേർന്ന് വരുന്നതാണ്. മക്കളെ ഇപ്പോൾ ഞാൻ പറയുന്നത് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പമായിട്ടുള്ള മെത്തേഡാണ് പറഞ്ഞു വരുന്നത്. ഒത്തിരി മനസ്സിലാക്കി വരുന്നത് ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആണെങ്കിൽ പ്രോബ്ലങ്ങൾ ഒന്നുമില്ല. ഓക്കെ, ഇപ്പോൾ തന്നിരിക്കുന്ന 3 ടൈപ്പ് 3 കേസ് 3 എന്താണ്? എ ലെസ് ദാൻ മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ ബി. ഇതാണ് രണ്ടും ചേർന്ന് മിക്സ് ചെയ്ത് വരുന്നതാണ്. സോ ഇവിടെ ദാറ്റ് ഈസ് എന്തൊക്കെ ആവും? എ ലെസ് ദാൻ മോഡുലസ് ഓഫ് ഇസഡ് ആവും, അതിൻ്റെ മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ ബി എന്നാവും. രണ്ടേ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എ ലെസ് ദാൻ മോഡുലസ് ഓഫ് ഇസഡ്, അതിൻ്റെ മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ ബി ആണ്. ഇതിന് തിരിച്ച് റീറൈറ്റ് ചെയ്യുമ്പോൾ എന്താവും? മോഡുലസ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ. ഇത് തിരിച്ച് റീറൈറ്റ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ അല്ലേ ഗ്രേറ്റർ, മോഡുലസ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ, അതിൻ്റെ മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ ബി എന്നാവും. അപ്പോൾ ഇതെന്താണ്? മോഡുലസ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ ആകുമ്പോൾ സെക്കൻഡ് ടൈപ്പാണ്. അപ്പോൾ സെക്കൻഡ് ടൈപ്പ് ആകുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് എ വരുന്ന പ്ലേസിൽ നിന്നും ഇസഡ് പുറത്തെടുക്കണം. കാരണം ഇത് നോക്കടാ, സെക്കൻഡ് ടൈപ്പ് ആകുമ്പോൾ നമുക്ക് എന്താണ് പുറത്തെടുക്കുന്നത്? വേരിയബിളാണ് പുറത്തെടുക്കുന്നത്. മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ ബി ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ തന്നിരിക്കുന്ന ഇത് നമുക്ക് 1+x ഫോമിൽ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ബി പുറത്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമുക്ക് അതേ സംഭവത്ത് എഴുതുകയാണെങ്കിൽ, സോ ഇപ്പോൾ എഫ് ഓഫ് ഇസഡിന് എന്ത് ചെയ്യണം? മോഡുലസ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ആയതുകൊണ്ട് ഫസ്റ്റ് ടേം നിന്ന് ഇസഡ് പുറത്തെടുക്കുക. അപ്പോൾ എന്താവും? ഇസഡ് 1 ആകും, അതെന്താവും? a/z എന്നാകും. പ്ലസ് സെക്കൻഡ് ടേം മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ ബി ആണ്, ടൈപ്പ് 1 ആണ്. ടൈപ്പ് 1 ആയതുകൊണ്ട് 1/b പുറത്തെടുക്കുക. ബി പുറത്തെടുക്കുമ്പോൾ b 1 ആകും, ബാക്കി ഇസഡ് എന്നാവും? z/b എന്നാവും. പിന്നെ അതിനെ ജസ്റ്റ് മുകളിൽ കൊണ്ടുപോകുക. മുകളിൽ കൊണ്ടുപോകുമ്പോൾ എന്താവും? 1/z ഇൻറ്റു 1 plus a/z the whole raised to -1 1/b ഇൻറ്റു 1 plus z/b the whole raised to -1 എന്നാവും. പിന്നെ ഇതിനെ എക്സ്പാൻഡ് ചെയ്തിടുക. ഇവിടെ ഞാൻ പ്ലസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, അത് മൈനസ് വേണമെങ്കിൽ വരാം, എന്ത് വേണമെങ്കിൽ വരാം. ഓക്കെ, ടൈപ്പ് ക്ലിയറായി മനസ്സിലാക്കണം. എന്താണ് ആ ടൈപ്പ് 1? മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ എ ആണെങ്കിൽ അത് മാത്രം തരികയാണെങ്കിൽ തന്നിരിക്കുന്ന പാർഷ്യൽ ഫ്രാക്ഷൻ കൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടേമിൽ നിന്നും കോൺസ്റ്റൻറ്റ് പുറത്തെടുത്ത് ഡിനോമിനേറ്ററിന് 1+x 1 - ഫോമിൽ കൊണ്ടുവന്നിട്ട് ഒന്നുകിൽ 1+x ഫോമില അല്ലെങ്കിൽ 1 - ഫോമിലാവും. അതിനെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകുക. ന്യൂമറേറ്ററിൽ പോകുമ്പോൾ എന്താവും? 1+x raised to -1 അല്ലെങ്കിൽ 1 - x whole raised to -1 ആവും. പിന്നെ എക്സ്പാൻഡ് ചെയ്യുക. ആ 4 ഫോമിലാൽ ഏതെങ്കിലും ഒരു ഫോമിലാവും. ചില പ്രോബ്ലത്തിൽ 1 - x the whole raised to -2 ആകാം, അല്ലെങ്കിൽ 1+x the whole raised to -2 അങ്ങനെ ആകാം. സോ അതുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യുക. ഇത് ടൈപ്പ് 1 വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ടൈപ്പ് 2 മോഡുലസ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദൻ എ ആണ്. ഗ്രേറ്റർ ദൻ എ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ 1+x 1 - x ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടി വേരിയബിൾ ഇസഡിനെ പുറത്തെടുക്കണം.
വേരിയബിൾ ഇസറ്റിനെ പുറത്തെടുക്കുമ്പോൾ ഇസറ്റ് 1 ആകും, ബാക്കി ഇസറ്റ് കൊണ്ട് ഡിവൈഡ് ആവും. പിന്നെ ജസ്റ്റ് മുകളിൽ കൊണ്ടുപോകുക, ആ ലാസ്റ്റ് തന്നിരിക്കുന്ന 4 ഫോർമുല പ്രകാരം പിന്നെ എക്സ്പാൻഡ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് എന്താണ്, ടൈപ്പ് മിക്സ് ചെയ്ത് വരുന്നതാണ്. എ ലെസ് ദാൻ മോഡുലസ് ഓഫ് ഇസറ്റ് ലെസ് ദാൻ ബി. ഇത് രണ്ടാമത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താവും, എ ലെസ് ദാൻ മോഡുലസ് ഓഫ് ഇസറ്റ്, പിന്നെ മോഡുലസ് ഓഫ് ഇസറ്റ് ലെസ് ദാൻ ബി എന്നായി. സോ ഇത് റീറൈറ്റ് ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് ഇസറ്റ് ഗ്രേറ്റർ ദാൻ എ ആൻഡ് മോഡുലസ് ഓഫ് ഇസറ്റ് ലെസ് ദാൻ ബി. ഇത് ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 ആകുമ്പോൾ നമുക്ക് എന്ത് പുറത്തെടുക്കേണ്ടി വരും, ഇസറ്റ് പുറത്തെടുക്കേണ്ടി വരും. ഇസറ്റ് പുറത്തെടുത്തു. ഇത് ടൈപ്പ് 1 ആണ്. എന്ത് പുറത്തെടുക്കേണ്ടി വരും, കോൺസ്റ്റന്റ് ബി പുറത്തെടുക്കേണ്ടി വരും. പിന്നെ മുകളിൽ കൊണ്ടുപോയിട്ട് പിന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ് മക്കളെ. ഇത് ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഇങ്ങനെ പറയാൻ പാടുണ്ടോയെന്നറിയില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രോബ്ലം ഒത്തിരി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തെ പാർഷ്യൽ ഫ്രാക്ഷൻ പ്രകാരം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നിരിക്കുന്ന റീജിയൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പ്രോബ്ലങ്ങൾ ചെയ്യണം. ക്ലിയർ ആണല്ലോ. ഒരു പ്രോബ്ലം നമുക്ക് 3 ടൈപ്പ് വരുന്ന ഒരു പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാം. പിന്നെ അതിനുശേഷം അതിൻ്റെ ഒരു പ്രോബ്ലം വേറൊരു ക്വസ്റ്റ്യൻ അഡീഷണൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ തരുമ്പോൾ ഈ ഒരു ചാപ്റ്റർ തരും. പിന്നെ ഒരു 4-5 ക്വസ്റ്റ്യൻ കൂടെ സൈനസ് കാസസിൻ്റെ പ്രോബ്ലം വരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്ന് ഇന്ന് നമുക്ക് ആ 4th മോഡിൽ തീർക്കാൻ പറ്റും. പിന്നെ ബാക്കി നമുക്ക് നോട്ടിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനും പറ്റും. ഓക്കെ, ശരി മക്കളെ. ഇപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലത്തിൽ പോവാം. ഫസ്റ്റ് ഈ മെത്തേഡിനെ ഒന്ന് ക്ലിയറായി മനസ്സിലാക്കുക. മെത്തേഡിനെ വളരെ ക്ലിയറായി മനസ്സിലാക്കുക. ടൈപ്പ് 1 എന്താണ്, മോഡുലസ് ഓഫ് ഇസറ്റ് ലെസ് ദാൻ എ ആണ്. ഫോർമുല എന്ത് ചെയ്യണം, കോൺസ്റ്റന്റ് പുറത്തെടുക്കുന്നത്. സെക്കൻഡ് ആകുമ്പോൾ മോഡുലസ് ഓഫ് ഇസറ്റ് ഗ്രേറ്റർ ദാൻ ആണ്, വേരിയബിൾ പുറത്തെടുക്കുന്നത്. തേർഡ് ആകുമ്പോൾ എന്താണ്, മോഡുലസ് ഓഫ് ഇസറ്റ് ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് ടൈപ്പ് 2 ആണ്, അവിടെ വേരിയബിൾ പുറത്തെടുത്ത്. മോഡുലസ് ഓഫ് ഇസറ്റ് ലെസ് ദാൻ ബി ആകുമ്പോൾ ടൈപ്പ് 1 ആണ്, അവിടെ എന്ത് പുറത്ത്, കോൺസ്റ്റന്റ് പുറത്തെടുത്ത്. പിന്നെ മുകളിൽ കൊണ്ടുപോയി എക്സ്പാൻഡ് ചെയ്ത്. സോ ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി നോട്ടായിട്ട് എടുക്കുക. ടെക്സ്റ്റിനകത്തുകൊണ്ട് ഇത് എളുപ്പമായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇത് എഴുതിയെടുക്കുക. ടെക്സ്റ്റിനകത്ത് വേറെ കുറച്ച് രീതിയിലാണ് തന്നിരിക്കുന്നത്. ഇത് എളുപ്പമാണെങ്കിൽ ഇത് എഴുതി ക്ലിയർ ആക്കുക. ഓക്കെ, സോ ഞാനൊരു പ്രോബ്ലം ചെയ്യുകയാണ്.